മേടം രാശിക്ക് 2025 ജൂലൈ മാസം എങ്ങനെയുള്ള ഫലങ്ങളാണ് പ്രദാനം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ മേടത്തിനെ സംബന്ധിച്ചിടത്തോളം തന്നെ ഇപ്പോൾ രണ്ടാം ഭാവമായ കുടുംബസ്ഥാനത്തേക്കാണ് ശുക്രൻ്റേതായ ആ ഒരു രാശിമാറ്റം സംഭവിക്കുന്നത്. വാഹനം സംബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ഒരു മാറ്റമുണ്ടാകും. ചിലർക്ക് വാഹനം മാറ്റി വാങ്ങാനൊക്കെയോ അല്ലെങ്കിൽ പുതിയത് വാങ്ങുന്നതിനോ, ചിലർക്ക് വീട് മാറ്റങ്ങളൊക്കെയും വന്നു ചേരുന്ന ഒരു കാലമായിരിക്കും ഈ 2025 ജൂലൈ മാസം. കാരണം ശുക്രൻ്റേതായ നല്ല ഒരു ശക്തിയും ആ ഒരു ബലവും നിങ്ങൾക്കൂടെ അനുഭവത്തിലേക്ക് വരുന്നു എന്നാണ്. അപ്പോൾ കുടുംബപരമായ അന്തരീക്ഷങ്ങളിൽ നല്ല ഒരു മുന്നേറ്റത്തിനുള്ള വഴിയൊക്കെ തുറക്കുന്ന ഒരു കാലമാണ്. വിവാഹം നടക്കാതെ ഇരുന്നവർക്കൊക്കെ തന്നെ വിവാഹത്തിൻ്റെതായ ആ ഒരു കാലമാണ്. അതിൻ്റെതായ ചർച്ചകൾ നടക്കുകയും പെണ്ണ് കാണാനൊക്കെ വരുന്ന ഒരു സാഹചര്യങ്ങളും അത് പെട്ടെന്ന് തന്നെ വിവാഹത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമൊക്കെ വന്നെത്തുന്ന ഒരു കാലം തന്നെയായിരിക്കും. അതുകൊണ്ട് അതിനായിട്ട് നിങ്ങൾ പ്രയത്നിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ജൂലൈ മാസം നന്നായിരിക്കും. ജാതകത്തിൽ ലഗ്നത്തിന്റെ 2, 5, 7, 9 എന്നീ ദശകളുടേതായ ആ ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് വിവാഹത്തിന്റെ കാലമായിട്ടായിരിക്കും കണക്കാക്കുക. എന്നാൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നത് 3-ാം ഭാവത്തിലാണ്. എന്നിരുന്നാൽ തന്നെയും ഇവിടെ 9-ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി പതിയുന്നത് കൊണ്ട് തന്നെ വിവാഹത്തിന്റെ ഒരു കാലമായിട്ടായിരിക്കും ഇരിക്കുക. ഇപ്പോൾ ഈ ജൂലൈ മാസത്തിൽ 15-നുള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചർച്ചകളൊക്കെ നടന്നാലും കർക്കിടക മാസത്തിന് ശേഷം നിങ്ങൾക്ക് അത് പെട്ടെന്ന് തന്നെ വിവാഹത്തിലേക്ക് എത്തി നടക്കുന്ന ഒരു കാലമായിട്ട് മാറും. വ്യാഴത്തിന്റെ ഒപ്പം തന്നെ ഇവിടെ സൂര്യൻ കൂടി സഞ്ചാരം നടത്തുന്ന ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് കുട്ടികൾ ഇല്ലാതെ ഇരുന്നവർക്കൊക്കെ കുട്ടികളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലമാണ്. അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരുന്നവർക്കൊക്കെ അതിന്റെ ശരിയായ ഒരു ഫലം ലഭിക്കുന്ന ഒരു കാലം കൂടിയായിരിക്കും. ചിലരൊക്കെ തൊഴിൽപരമായിട്ട് പുതിയ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ വരും. അങ്ങനെ ഉള്ളവർക്ക് തന്നെ ജോലി ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ചിലവർ അല്പം ദൂരോട്ടൊക്കെ ഇതുപോലെ തൊഴിൽപരമായ രീതിയിലൊക്കെ യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യമൊക്കെ വന്നാലും അതൊക്കെ ഗുണകരമായ മാറ്റങ്ങളായിരിക്കും നിങ്ങൾക്കുണ്ടാക്കിയെടുക്കുക. അടുത്ത് 4-ാം ഭാവത്തിൽ ബുധന്റേതായ ഒരു സ്ഥാനമാണ് കാണുന്നത്. അപ്പോൾ ഈ ബുധൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ശാരീരികമായ രീതിയിൽ ബുദ്ധിമുട്ടുകളൊക്കെ നൽകും. അതായത് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ നൽകി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ എന്നിരുന്നാലും 17-ാം തീയതിക്ക് ശേഷം ബുധൻ വക്രഗതിയിലേക്ക് മാറുമ്പോൾ ആ ഒരു ഭാവത്തിന് കുറവുണ്ടാവുന്നതാണ്. അതായത് രോഗാവസ്ഥകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു കുറവുണ്ടാകുന്ന ഒരു കാലമായിരിക്കും. അതുപോലെ പണം സംബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ കരുതൽ വേണം. കാരണം ബുധൻ വക്രഗതി മാറിയാൽ നിങ്ങൾക്ക് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കാരണം പണം നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം വരും. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളൊക്കെ വിശ്വസിച്ച് എന്തെങ്കിലും കാര്യത്തിൽ പണമൊക്കെ മുടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. വീട് വാങ്ങുന്നതിനോ അല്ലെങ്കിൽ വസ്തു സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്യുകയാണെങ്കിൽ, കോൺട്രാക്ട് പരമായ എന്തെങ്കിലുമൊക്കെ എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്യുകയാണെങ്കിൽ ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും പണം പാഴായി പോകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഈ ബുധന്റേതായ ആ ഒരു കാലഘട്ടം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കും. ചിലർക്ക് എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്യേണ്ട ഒരു സാഹചര്യമൊക്കെ വരും. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ അതിന്റെ ജെന്യൂനിറ്റി മനസ്സിലാക്കി കൃത്യമായിട്ടും വീഡിയോ ക്യാപ്ചറിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു തെളിവായിട്ട് നിങ്ങൾ എടുത്തു വയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കണം. കാരണം നിങ്ങൾ വാങ്ങിയാലും അങ്ങനെ ആവണം, നിങ്ങൾ ഒരു എഗ്രിമെന്റ് ചെയ്താലും കൃത്യമായ തെളിവോടുകൂടി വേണം അത് ചെയ്തു വെക്കാൻ. കാരണം പിന്നീട് വരുന്ന കാലഘട്ടത്തിൽ അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന കാലമായതുകൊണ്ട് നമുക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമ്മളത് ചെയ്യണം. പണം ചിലവാകുന്ന ഒരു സാഹചര്യം നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുന്നതിന് കാരണം മറ്റൊന്നുമല്ല, 12-ാം ഭാവത്തിൽ ശനിയാണ്. അപ്പോൾ ഇവിടെ ശനിയുടേതായ ഇപ്പോൾ ഒരു വ്യക്തിക്ക് 2-ാം ഭാവം രണ്ടാമത്തെ ശനിയാണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് പണം ചിലവാകും. ഒരു നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാകുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ ഒരു പെട്ടെന്നൊരു രോഗാവസ്ഥയൊക്കെ വന്ന് ചിലവായാലും അത് ആ രോഗത്തെ ചികിത്സിച്ച് ഭേദമാക്കുന്നതിന് വേണ്ടിയിട്ട് ആയിരിക്കാം അത് ചിലവാക്കുക. അത് പരിപൂർണമായിട്ടും അതിന് തന്നെയായിരിക്കും ഉപകാരപ്പെടുകയും ചെയ്യുക. അപ്പോൾ എന്ത് ചിലവുകളും നല്ല ചിലവുകളായിട്ട് തന്നെയായിരിക്കും മാറുക. അതുകൊണ്ട് ഈ എഗ്രിമെന്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മാത്രം വളരെയധികം സൂക്ഷിക്കണം. കാര്യം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമായിരിക്കും സൃഷ്ടിക്കുക. മറ്റുള്ള ചിലവുകളൊക്കെ തന്നെ നമുക്ക് കുടുംബപരമായ രീതിയിൽ വരുന്നതുകൊണ്ട് അത് പ്രശ്നമല്ലാത്ത രീതിയിലായിരിക്കും പോവുക. അപ്പോൾ ശനീശ്വരൻ എന്തായാലും ചിലവുകൾ ഉണ്ടാക്കും. പുതിയ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ സ്വന്തം ജാതകത്തിൽ ഈ ഒരു സമയത്ത് അത് തുടങ്ങാം, ഉറപ്പിക്കാം എന്നുണ്ടെങ്കിൽ മാത്രം ജാതകവിധി ഉണ്ടെങ്കിൽ ഇറങ്ങുക. അല്ലാത്തവർ അത് ചെയ്യാതിരിക്കുക. ഈ പറയുന്ന ഫലങ്ങളൊക്കെ പൊതുവായിട്ടുള്ള ഫലങ്ങളാണ്. അതായത് കോടാനുകോടി ഈ മേടൻ രാശിക്കാർക്ക് വേണ്ടിയിട്ടുള്ള പൊതുവായിട്ടുള്ള ഒരു ഫലമാണ്. ഇത് നിങ്ങൾക്ക് സ്യൂട്ടായിട്ടിരിക്കുന്നു എങ്കിൽ മാത്രം നിങ്ങളിത് കേൾക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ചാനലുകളിലൊക്കെ കാണാവുന്നതാണ്. ജൂലൈ മാസം പകുതിയോടുകൂടി തന്നെ ശനീശ്വരൻ വക്രഗതിയിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടം നിങ്ങൾക്ക് വളരെയധികം നല്ല
ഫലമായിരിക്കും. എന്നാലും സ്വന്തം ജാതകത്തിൽ ശനീശ്വരൻ വക്രഗതിയിൽ സഞ്ചാരം നടത്തുന്ന ഒരു ജാതകമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഫലം ലഭിക്കും. മറ്റുള്ളവർക്കാണെങ്കിൽ അതിൻ്റെതായ ഈ നേരത്തെ പറഞ്ഞ ഫലങ്ങളായിരിക്കും അനുഭവിക്കേണ്ടതായിട്ടും വരിക. സ്വന്തം ജാതകത്തിൽ ശനി വക്രഗതിയിൽ അല്ല എങ്കിൽ നിങ്ങൾക്ക് തൊഴിലിടങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ മേലധികാരികളുമായിട്ടൊക്കെ ചില തർക്കങ്ങൾക്കൊക്കെ സാധ്യതകളൊക്കെ വരുന്ന ഒരു സമയമായിരിക്കും. അതുകൊണ്ട് തന്നെ എടുത്തു ചാടിയുള്ള മറുപടികളൊന്നും പറയുവാനായിട്ട് പോകരുത്. അത് നിങ്ങൾക്ക് വിനയുണ്ടാക്കി വയ്ക്കും. അതുപോലെ എന്തെങ്കിലും എഗ്രിമെന്റ് നിങ്ങൾക്ക്, അതായത് ഇപ്പോൾ ഫിലിം സംബന്ധപ്പെട്ട ഇടങ്ങളിലോ മീഡിയ സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ വർക്കുകളൊക്കെ നിങ്ങൾ വരാനുണ്ടെങ്കിൽ അവിടെയൊക്കെ ചില താമസങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ശനി വക്രത്തിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തികളാണ് ആ കാര്യത്തിന് ഇടപെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അത് ലഭിക്കുകയും അല്ലാത്തവർക്ക് അത് ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മളവിടെ ടെൻഷൻ ആവേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഒരല്പം കൂടി സമയം നമ്മൾ പാഴാക്കാതെ പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെതായ രീതിയിലുള്ള നല്ല എഗ്രിമെന്റ് ലഭിക്കുകയും ചെയ്യും. നിങ്ങളുടെ ഒപ്പമുള്ള തൊഴിലാളികൾ വരെ നിങ്ങൾക്ക് എതിർപ്പ് അറിയിക്കുന്ന ഒരു സാഹചര്യം വരും. അതായത് നിങ്ങളെ എതിർത്ത് സംസാരിക്കുന്ന ഒരു സാഹചര്യം വരും. അപ്പോൾ കാര്യഗൗരവത്തോടു കൂടി തന്നെ ചിന്തിച്ച് ആ കാര്യങ്ങളിൽ ഇടപെടണം. ഇവിടെ മേടൻ രാശിയിലെ പുരുഷന്മാരൊക്കെ ആണെങ്കിൽ സ്ത്രീകളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ആ ഒരു നിങ്ങൾ നല്ല രീതിയിലുള്ള ഒരു സംസാരം ആയിരിക്കും അവിടെ നടക്കുക. പക്ഷെ ഒപ്പമുള്ള സുഹൃത്തുക്കൾ അതിനെ വൾഗറാക്കി കൊണ്ടുവന്ന് പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു സാഹചര്യം, അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യവും സൃഷ്ടിക്കുമെന്നുള്ളതും കൂടി മനസ്സിലാക്കുക. അപ്പോൾ സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ട് മനോഭാവത്തിലും ചിന്തകളിലും വാക്കുകളിലും മാറ്റം വരുത്തണമെന്നതാണ് ഞാൻ ഈ പറയുന്നത്. ഈ ജൂലൈ മാസത്തിൽ ഈ ജാതകത്തിൽ ശനി വക്രം അല്ലാത്ത ജാതകരാണെങ്കിൽ തീർച്ചയായിട്ടും തൊഴിലൊന്നും മാറുവാനായിട്ട് ശ്രമിക്കരുത്. ഇപ്പോൾ ഇരിക്കുന്ന ജോലി എടുത്തെറിഞ്ഞിട്ട് മറ്റൊരു ജോലി കണ്ടെത്താമെന്ന് പറഞ്ഞുകൊണ്ട് ആരും ചാടി പുറപ്പെടാൻ പാടുള്ളതല്ല. അടുത്ത ജോലി കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. ഈ ഒരു കാലഘട്ടം വക്രഗതിയിലുള്ളവർക്ക് മാറ്റത്തിന് ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് 100% ആ മാറ്റം ലഭിക്കുന്ന സമയമാണ്. മറ്റൊരു കാര്യം, രാശിയുടെ 5ാം ഭാവമായ ചിങ്ങ രാശിക്കുള്ളിലാണ് കേതുവും അതുപോലെ തന്നെ ചൊവ്വയും ഒരുമിച്ചിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ടെൻഷനായി അമിതമായ കോപം ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരുന്ന ഒരു സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി വയ്ക്കും ഈ കേതുവും ചൊവ്വയും കൂടി. അപ്പോൾ ശനി വക്രഗതിയിൽ അല്ലാത്തവർക്ക് ഇത് വളരെയധികം ടെൻഷൻ ഉണ്ടാക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും പ്രഷർ നൽകും. ഉള്ളതിനെ വലിച്ചെറിഞ്ഞ് പോകാനുള്ള ഒരു മനോഭാവത്തെ തീർച്ചയായിട്ടും നൽകും. അപ്പോൾ ഇത് മുൻകൂട്ടി നിങ്ങൾ മനസ്സിലാക്കാനാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. 5ാം ഭാവത്തിലെ ചൊവ്വയും കേതുവും അതുപോലെ നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും ഇവിടെ വരും. പ്രശ്നങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ സഹോദരങ്ങളുമായിട്ടൊക്കെ ചില പ്രശ്നങ്ങളും വാക്കുതർക്കങ്ങളൊക്കെ വന്നെത്തുന്ന ഒരു കാലം നിങ്ങൾക്ക് ഇവിടെ കരുതി വെച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ കാലഘട്ടങ്ങളെയൊക്കെ മനസ്സിലാക്കി എനിക്കിങ്ങനെ സംഭവിച്ചാൽ ഞാൻ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് വരണം. അതുകൊണ്ട് എടുത്തു ചാടിയുള്ള തീരുമാനങ്ങളൊന്നും എടുക്കാൻ പാടില്ല. പിന്നീട് ദുഃഖിക്കേണ്ടി വരും. ഇത് കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് മാത്രമുള്ള ഒരു മാറ്റമായിരിക്കും ഇങ്ങനെ സംഭവിക്കുക. അതിനുശേഷം പിന്നീട് നമ്മൾ ദുഃഖിക്കേണ്ടി വരും. അതങ്ങനെ പറയണ്ടായിരുന്നല്ലോ, അങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നും. പ്രേമബന്ധത്തിലൊക്കെ ഉള്ളവർക്ക് ഈ കാലഘട്ടം വളരെയധികം മോശം തന്നെയായിരിക്കും. കാരണം തർക്കിച്ച് തമ്മിലടിച്ച് പിരിയുന്ന ഒരു കാലമായിരിക്കും. കാരണം ഇവിടെ വക്രഗത്തിൽ ശനി പോകുകയാണെങ്കിൽ അവിടെ ഒരു കോംപ്രമൈസിൽ പോകും. അല്ലാതെങ്കിൽ അവിടെ അടിച്ച് പിരിയുകയും, കാരണം വെച്ചാൽ തൊഴിലിടങ്ങളിലൊക്കെ പ്രശ്നം വരുമ്പോൾ ആ ഒരു പ്രഷർ നിൽക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളിൽ നമ്മുടേതായ വാക്കുകൾ ചിന്തകളൊക്കെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും ഇടപെടുക. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ തീർച്ചയായിട്ടും പ്രശ്നങ്ങൾക്ക് സാധ്യതകൾ വളരെയധികം കൂടുതൽ തന്നെയാണ്. കുടുംബജീവിതത്തെ ഇത് ബാധിക്കില്ല. കാരണം കുടുംബജീവിതത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും പരസ്പര സഹായത്തോടെയുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയമായതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ അവിടെ നിങ്ങൾക്കൊരു മോചനമുണ്ട്. അതായത് കുഴപ്പമില്ല, പ്രശ്നമില്ല, അതങ്ങ് വിട്ടുകളയും, നമുക്ക് എന്തിനാണ് ആ ചർച്ചയ്ക്ക് എടുക്കുന്നത്, നമുക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ആ കാലഘട്ടത്തിൽ നിങ്ങൾക്കുണ്ടാവുക. എന്തായാലും ഈ മാസത്തിൽ നിങ്ങൾക്ക് ഈ മെഡിക്കൽ സംബന്ധപ്പെട്ട ഇടങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും ശരി, സിനിമ സംബന്ധപ്പെട്ട വർക്കുകൾ, ഗ്രാഫിക്കൽ ഡിസൈൻസ് ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിലും ശരി, അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ വരുമാനമൊക്കെ നൽകുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് കുടുംബപരമായ പ്രശ്നങ്ങളൊന്നും വലിയ ബാധിപ്പുകളൊന്നും തന്നെ ഇല്ല. എന്നാൽ ഭരണി നക്ഷത്രത്തിലുള്ളവർക്കൊക്കെ പ്രേമബന്ധങ്ങളൊക്കെ പുതുതായിട്ട് വരുന്ന ഒരു സാഹചര്യം, തൊഴിലിടങ്ങളിലൊക്കെയും പുതിയതായ ഒരു പ്രേമബന്ധങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. തൊഴിൽപരമായിട്ടും അവർക്ക് നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു കാലമാണ്. സമ്പത്തുപരമായ രീതിയിലൊക്കെയും ഒരു ഉയർച്ചയൊക്കെ വരും ഈ
ഭരണി നക്ഷത്രക്കാർക്ക് അതുപോലെ കാർത്തിക നക്ഷത്രക്കാർക്ക് കുടുംബത്തിനകത്തുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ തീർന്നു കിട്ടുന്ന, ഭാര്യ ഭർത്താവ് തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ തന്നെ സംസാരിച്ച് തീർക്കുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും ഈ കാർത്തിക നക്ഷത്രക്കാർക്കൊക്കെ വരുന്നത്. അതുപോലെ കടബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചായിട്ട് തീർക്കാൻ പറ്റുന്ന ഒരു കാലമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് എന്തായാലും കടബാധ്യതകളൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ. എന്നാലും വരുമാനത്തിൽ വരുന്ന ചെറിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് അതൊക്കെ തീർക്കുവാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കാം. അപ്പോൾ ഇതാണ് മേടം രാശിക്കാരുടേതായ ജൂലൈ മാസ രാശിഫലം.